അപ്പം അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8. സം ഓഫ് ദി എഗ്രിമെൻറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ടു ബി ഓപ്പോസിറ്റ് ടു ദ പബ്ലിക് പോളിസി ആണ് ചോദ്യം. സോ വാട്ട് ആർ ദി എഗ്രിമെൻറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ടു ബി ഓപ്പോസിറ്റ് ടു ദ പബ്ലിക് പോളിസി അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പറയണം. എക്സ്പ്ലെയിൻ എനി 6 സച്ച് എഗ്രിമെൻറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6 എണ്ണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം സം ഓഫ് ദി എഗ്രിമെൻറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ടു ബി ഓപ്പോസ്ഡ് ടു പബ്ലിക് പോളിസി ആർ. അപ്പോൾ പബ്ലിക് പോളിസിനെ, പബ്ലിക്കായിട്ട് ഗവൺമെൻറ് വെച്ചിട്ടുള്ള നയത്തിനെ ഓപ്പോസ് ചെയ്യുന്ന പോളിസി ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം ഇതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടെ. എപ്പോഴും ഇങ്ങനെ ആ ഒരു എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണോ അത് 6 അറിയാലോ. അപ്പോൾ ആ 6 പോയിൻറ്റ്സിന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് മാത്രം എഴുതുക. അപ്പോൾ ആ ഒരു പോയിൻറ്റ്സിന് തന്നെ 1/2 മാർക്ക് കിട്ടും. ഓക്കെ, ആ പോയിൻറ്റ്സിന് തന്നെ 1/2 മാർക്ക് കിട്ടും. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചൊന്ന് കണ്ടാൽ ബാക്കി ഫുൾ അങ്ങോട്ട് ഇട്ടിട്ട് പൊക്കോളുന്നേ. അപ്പോൾ ആ പോയിൻറ്റ്സ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് ട്രേഡിങ് വിത്ത് എനിമി, അതെല്ലാവർക്കും അറിയാമല്ലേ, പബ്ലിക് പോളിസിക്ക് എതിരെയുള്ളൊരു കാര്യമാണ്. വെറും എനിമി അല്ല, ഏലിയൻ എനിമി എന്ന് പറയാം. ഏലിയൻ എനിമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൺട്രിയുമായിട്ട് ഇന്ത്യ ശത്രുതയിലാണ്, അതായത് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാർ നടക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ ഉറപ്പായിട്ടും ട്രേഡിംഗ് ഒന്നും നടത്താൻ പാടില്ല. അതായത് നമ്മുടെ ഇന്ത്യയുടെ എനിമിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ത്യയുടെ എനിമിയായിട്ടുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ എനിമിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ആൾ, ഓക്കെ, ആ ആൾ വെച്ചിട്ടുള്ള ട്രേഡിങ് നമുക്ക് പറ്റില്ല. നെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ. ഇപ്പോൾ ജെമിനൈനോട് ചോദിക്കാം. അപ്പോൾ ജെമിനൈ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ എന്നതിൻ്റെ മലയാളം അർത്ഥം പ്രോസിക്യൂഷൻ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ശ്വാസം മുട്ടിക്കുക എന്നാണ്. എന്താണ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു കേസ് കൊടുക്കുന്നതിനെയാണ് പ്രോസിക്യൂഷൻ, ഒരു ഫയല് സ്യൂട്ട് ചെയ്യുന്നതിനെയാണ് പ്രോസിക്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്യൂട്ട് ഫയൽ ചെയ്യാൻ സമ്മതിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ, ഇപ്പോൾ കേസ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എ ബിക്ക് ഒരു 10,000 രൂപ കൊടുത്താൽ ആ ഒരു കൊടുക്കണതില്ലേ, ആ ഒരു പ്രോമിസ് ഇല്ലേ, രണ്ടുപേരും തമ്മിൽ അങ്ങനെ കൊടുത്ത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു എഗ്രിമെൻ്റ് എന്നാണ് അതിനെ പറയാം അല്ലേ. ആ ഒരു ആക്ഷനെ എഗ്രിമെൻ്റ് എന്നാണ് പറയാം. അപ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും, അസാധുവായിരിക്കും. അതിനെ തുടർന്ന് ആർക്കെങ്കിലും നഷ്ടമോ എന്തെങ്കിലും പ്രശ്നം വന്ന് കോടതി അതിൽ ഇടപെടില്ല. വളരെ സിമ്പിളാണ്. പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, അതിൽ നിന്നും പ്രേരിപ്പിക്കുകയാണ്, പിൻവലിക്കാൻ പ്രേരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു ക്രിമിനൽ കേസിൽ പ്രതി പരാതിക്കാരനെയോ ഇരയെയോ ഭീഷണിപ്പെടുത്തിയോ പ്രേരിപ്പിച്ചോ പണം നൽകിയോ കേസ് പിൻവലിക്കാൻ പ്രേരിപ്പിക്കുന്നതിനെയാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. സോ യെസ്, പബ്ലിക് പോളിസിനെ ഓപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ? നിയമവിരുദ്ധമായ പ്രവൃത്തിയെയാണ്. ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പണിഷ് ചെയ്തിരിക്കണം. സൗദിയിലൊക്കെ തൂക്കുകയറാണല്ലേ. അപ്പം അങ്ങനെയുള്ളത് ഇവിടെ പണിഷ് ചെയ്തിരിക്കണം. പക്ഷെ അതിനെ തേച്ച് മാച്ച് കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് കേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ ആരെങ്കിലും ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ കേസ് കൊടുക്കാതിരിപ്പിക്കില്ലേ, ആ എഗ്രിമെൻ്റാണ് എന്ത്? വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ്. ആ എഗ്രിമെൻ്റാണ് പബ്ലിക് പോളിസിക്ക് എതിരെയുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഒരാൾ ക്രൈം നടത്തി, മർഡർ നടത്തി, അപ്പോൾ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യില്ലേ? നാളെ അയാൾ വേറെ കൂടുതൽ മർഡേഴ്സ് നടത്തും. അപ്പം പബ്ലിക്കിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആൾ മർഡർ ചെയ്ത ആളെ പണിഷ് ചെയ്യാൻ തന്നെ വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അതിനെ തടയുന്ന രീതിയിലുള്ള ആ ഒരു പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു കേസ് ഫയൽ ചെയ്യാൻ പോകുമ്പോൾ അതിനെ തടയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ടുകൾ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഞാൻ ഇത്ര രൂപ തരാം, ആരോടും ഇങ്ങനെ കേസ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റുകൾ ഉണ്ടാവുമല്ലോ. ആ എഗ്രിമെൻറ്റുകളാണ് പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളത്, അല്ലെങ്കിൽ ന്യായം ഇല്ലാത്ത എഗ്രിമെൻറ്റുകളാണ് അതൊക്കെ. അപ്പം അത് അങ്ങനെ. ഇനി നെക്സ്റ്റാണ് അടുത്തൊരു പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് മെയിൻ്റനൻസ് ആൻഡ് ചേംബർ ടീ എഗ്രിമെൻറ്റ്. അപ്പം ഈ
മെയിൻ്റനൻസ് പറഞ്ഞാലാണ് ചാമ്പേർട്ടി എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് മെയിൻ്റനൻസ് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നത്. മെയിനായിട്ട് ഇവിടെ പബ്ലിക് പോളിസിക്ക് എതിരെ ആയിട്ട് നിൽക്കുന്ന എഗ്രിമെൻറ്റ് ചാമ്പേർട്ടിയാണ്. അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വക്കീൽ, അപ്പം വക്കീലിൻ്റെ അടുത്തേക്ക് ഞാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പം ഞാൻ പറയാണ് എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ല, പക്ഷേ ആ അൺലോഫുള്ളായിട്ട് എൻ്റെ പ്രോപ്പർട്ടി ഒരാൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അയാളുടെ നിന്ന് എനിക്കത് തിരിച്ച് വേണം എന്ന് പറഞ്ഞാൽ വക്കീൽ പറയും കുഴപ്പമില്ല, ആ പ്രോപ്പർട്ടി തിരിച്ച് കിട്ടുന്ന സമയം ഉണ്ടാവുമല്ലോ, കേസ് പാസ്സായിട്ട് ആ പ്രോപ്പർട്ടി തിരിച്ച് കിട്ടുന്ന സമയത്ത് എൻ്റെ പൈസ പ്രോപ്പർട്ടി വിറ്റിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ സമ്മതിക്കും. ഓക്കെ, എന്തായാലും വിൽക്കാനുള്ള പ്രോപ്പർട്ടിയാണ്, അപ്പോൾ കിട്ടുമ്പോൾ ഞാൻ തരാം, ഈ ലോയറുടെ സർവീസ് ചാർജ് എന്ന് പറയും. അപ്പോൾ അതാണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് മെയിൻ്റനൻസ് കൊണ്ട് അപ്പം അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. അപ്പോൾ ഈ മെയിൻ്റനൻസ് കൊണ്ട് ഈ വക്കീലിന് ഒന്നും കിട്ടുന്നില്ല. ഈ വക്കീലിന് ഒന്നും മെയിൻ്റനൻസ് കൊണ്ട് കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ സർവീസ് ചാർജ് മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് വേറൊരു രീതിയിലുള്ളൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന്, എൻ്റെ പ്രോപ്പർട്ടിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അദ്ദേഹത്തിൻ്റെ സർവീസ് ചാർജ് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോമിസസ് ടു മെയിൻറ്റെയിൻ എ സ്യൂട്ട് ഇൻ വിച്ച് ഹി ഹാസ് നോ ഇൻട്രസ്റ്റ്. കണ്ടോ, ആ ഒരു എൻ്റെ പ്രോപ്പർട്ടിയുമ്പോൾ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അങ്ങനത്തെ രീതിയിൽ പോണതാണ്. എൻ്റെ പ്രോപ്പർട്ടിയുമേ അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സർവീസ് ചാർജ് മാത്രമാണ്. പക്ഷേ ചാമ്പേർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പം ഇതേ കേസ് തന്നെ വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വക്കീൽ പറയാണ്, ഓക്കെ, എനിക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്ന സമയത്ത് എൻ്റെ സർവീസ് ചാർജും അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ പ്രോപ്പർട്ടിയുമേ ഒരു 50% അതിൻ്റെ ഷെയറും കൂടെ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ അതാണ് ചാമ്പേർട്ടി. അപ്പോൾ അതൊരു അൺറീസണബിൾ ആയിട്ടുള്ള കാര്യമല്ലേ വക്കീൽ ചോദിക്കണത്, അല്ലേ? ഇനിയിപ്പോൾ 20%, 30% എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സഹിക്കാം ആ ഒരു പ്രോപ്പർട്ടിയുടെ. പക്ഷേ ചിലപ്പോൾ 80% എനിക്ക് ഇതിൻ്റെ വേണമെന്ന് പറഞ്ഞാൽ ബാക്കി 20% അല്ലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ വളരെ അൺറീസണബിൾ ആയിട്ടുള്ള, തീരെ ന്യായമില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് പബ്ലിക് പോളിസിക്ക് എതിരെയായത്. അത് അൺലോഫുൾ ആണല്ലേ. അപ്പം ഇറ്റ് ഈസ് മെയ്ഡ് ബൈ എ മാലീഷ്യസ് മോട്ടീവ്. അതൊരു ദുരുദ്ദേശം അല്ലെങ്കിൽ ദുഷ്ടപ്രവൃത്തിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം അതാണ്. ഇതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇത് ജസ്റ്റ് ഓരോ പോയിൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനത്തെ അന്യായമായ എഗ്രിമെൻ്റാണ് ഇവിടുത്തെ എക്സാമ്പിൾ, മെയിൻ്റനൻസ് ആൻഡ് ചാമ്പേർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് ട്രാഫിക്കിംഗ് റിലേറ്റിംഗ് ടു പബ്ലിക് ഓഫീസസ് ആൻഡ് ടൈറ്റിൽസ്. ട്രാഫിക് എന്ന് വെച്ചാൽ കൈക്കൂലി മേടിക്കുക, പബ്ലിക് ഓഫീസുകളിലും ടൈറ്റിൽസൊക്കെ പറഞ്ഞിട്ട് കൈക്കൂലി മേടിക്കുന്നതാണ് ഈ പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ എഗ്രിമെൻ്റ് ഒന്നും പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പത്മവിഭൂഷൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല റെക്കഗ്നീഷൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ പൈസ കൊടുത്ത് കൈക്കൂലി കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു അവാർഡ് വാങ്ങുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനത്തെ എഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ എഗ്രിമെൻറ്റ് ടു പ്രൊക്യൂർ എ പബ്ലിക് റെക്കഗ്നീഷൻ ലൈക്ക് പത്മവിഭൂഷൺ ഫോർ റിവാർഡ് ഇസ് വോയിഡ്. അങ്ങനെ നിലനിൽക്കാത്തതാണ്, അസാധുവായിട്ടുള്ളൊരു എഗ്രിമെൻ്റ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഈ അസാധുവാക്കി കളയുന്നത്, അപ്പോൾ ഇതൊക്കെ ആരറിയാനാ എന്നൊക്കെ, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ നിയമം എന്നൊക്കെ വിചാരിച്ചാൽ, ഇപ്പം സപ്പോസ് നമ്മൾ 1,00,000 രൂപ കൊടുത്തു പത്മവിഭൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറത്തെ പാർട്ടി നമുക്ക് പത്മവിഭൂഷൻ്റെ ഇത് തന്നില്ല, വേറെ ആൾക്കാർ കൊടുത്തത്. അപ്പോൾ അവിടെ നമുക്ക് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നിട്ട് അവരെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? കോടതിയിൽ ഈ ഒരു കേസ് നടപടി ക്രമങ്ങളിലൂടെ നമുക്ക് ആ പൈസ തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഇല്ല എന്നാണ് പറഞ്ഞത്. കോടതി ഇടപെടാത്ത കേസുകളാണ് വോയിഡ് ആയിട്ടുള്ള കേസുകൾ. ഓക്കെ, ഇപ്പം മനസ്സിലായില്ലേ? തന്നെ പബ്ലിക് ഓഫീസിൽ കയറാൻ അല്ലെങ്കിൽ ഇപ്പം കളക്ടറെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പൈസ ഫീസ് വാങ്ങുക, അപ്പം അങ്ങനെയൊന്നും വാങ്ങാൻ പാടില്ലല്ലോ. അത് ജനങ്ങൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനല്ല എല്ലാവരും. അല്ലെങ്കിൽ പബ്ലിക് ഓഫീസായിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ കയറാൻ പൈസ വാങ്ങുക, അങ്ങനെയൊക്കെ വാങ്ങാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ്, അങ്ങനത്തെ പൈസയൊക്കെ വാങ്ങിയാൽ ആ എഗ്രിമെൻറ്റുകളൊക്കെയാണ് വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്. അപ്പം എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ എഴുതി വെച്ചാൽ അത് എഗ്രിമെൻ്റ് ആയെന്ന് വിചാരിക്കരുത് ഒരിക്കലും. എഗ്രിമെൻ്റ് ആവാൻ എപ്പോഴും ജസ്റ്റ് പ്രോമിസ് കൊടുത്താൽ തന്നെ അത് എഗ്രിമെൻ്റ് ആയി. ഓക്കെ, പ്രോമിസ് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തി കഴിഞ്ഞാൽ തന്നെ എഗ്രിമെൻ്റ് ആയി. അല്ലാതെ എഴുതുന്നത് എഗ്രിമെൻ്റ് ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പ്രവർത്തിനെയാണ് എഗ്രിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഇപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് ആണ് എഗ്രിമെൻറ്റ്സ് ടെൻഡിങ് ടു ക്രിയേറ്റ് മോണോപോളീസ്. അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മോണോപോളീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാനൊരു ഇൻഡസ്ട്രി തുടങ്ങി, അത് മറ്റുള്ളവർ ആരും തുടങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ അവരെ റീസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ആ കട പൂട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് അവരെ ഒതുക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അങ്ങനെ ഇപ്പം അതെങ്ങനെയാണ് ഈ ഒരു കമ്പനിയും ഞാൻ എന്ന് പറഞ്ഞ എൻ്റെ ഇൻഡസ്ട്രിയും വേറൊരു ഗുണ്ടകളുമാണ് തമ്മിൽ കരാർ വെച്ചത്. അപ്പം കരാർ മീൻസ് തമ്മിൽ ഞങ്ങൾ കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ആ ഗുണ്ടകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനെതിരെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രസ്റ്റിനെതിരെയായുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ കോടതിയിൽ പോയിട്ടൊന്നും കാര്യമില്ല. വോയിഡാണ്, അസാധുവാണ് അത്, അങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇനി മാരേജ് ബ്രോക്കറേജ് എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. ആൻ എഗ്രിമെൻറ്റ് ടു നെഗോഷിയേറ്റ് മാരേജ് ഫോർ റിവാർഡ് വിച്ച് ഈസ് നോൺ ആസ് മാരേജ് ബ്രോക്കറേജ് കോൺട്രാക്ട് ഇസ് വോയിഡ്. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ബ്രോക്കർമാരൊക്കെ വരില്ലേ ഇങ്ങനെ കല്യാണാലോചനയൊക്കെ കൊണ്ടിട്ട്, അപ്പോൾ അവർക്ക് നമ്മൾ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ പൈസ കൊടുക്കൂലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊന്നും കോടതി ഇടപെടില്ല എന്നാണ്. ആ എഗ്രിമെൻറ്റുകളൊക്കെ വോയിഡാണ്. അതായത് ഈ ബ്രോക്കർ ചേച്ചിക്ക് ഇപ്പോൾ രണ്ട് ഗ്രൂമിൻ്റെ ഫാമിലീനെയും ബ്രൈഡിൻ്റെ ഫാമിലീനെയും അറിയാം. അപ്പോൾ ഗ്രൂമിൻ്റെ ഫാമിലീൻ്റെ സൈഡിൽ നിന്നും ബ്രൈഡിൻ്റെ ഫാമിലീൻ്റെ സൈഡിൽ നിന്നും പൈസ കിട്ടണം എന്നാണ് ആഗ്രഹം. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ, ഒരാളുടെ സൈഡിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ കേസൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനത്തെ എഗ്രിമെൻറ്റ്, അങ്ങനത്തെ പ്രോമിസ് എന്ന് പറയാം, എഗ്രിമെൻറ്റിന് പകരം പ്രോമിസ് എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അസാധുവായിട്ട് രേഖപ്പെടുത്തും. ബിക്കോസ് കോടതിയിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെൻഡിങ് കേസസൊക്കെ ഉണ്ട്, മെയിനായിട്ടുള്ള കേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കോടതിയിൽ ഈ വക ചെറുകിട കേസസിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ കേസുകൾ പെരുകണ കാരണമാണ് ഇങ്ങനെ കുറേ കേസുകൾ ആദ്യമേ തന്നെ പബ്ലിക് പോളിസിക്കെതിരെയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസുകൾ ഒക്കെ വോയിഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻ്റർഫറൻസ് വിത്ത് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ്. ഇത് വളരെ എളുപ്പമാണ്. ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസിലൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യം ചെയ്തിട്ട് ആ ഒരു പിടിപാടുണ്ടാവുമല്ലോ, ചിലർ പറയാമല്ലോ ഇങ്ങനെ നല്ലൊരു പിടിപാടുണ്ട് എനിക്ക് ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരനായിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ SSLC സർട്ടിഫിക്കറ്റൊക്കെ വേറെ രീതിയിൽ എടുക്കും, പരീക്ഷ ശരിക്കും എഴുതാണ്ട് തന്നെ എടുക്കും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒക്കെ എടുക്കുന്നത് അതൊക്കെ വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളാണ്. അതിന് വേണ്ടി പൈസ കൊടുക്കുന്നതായാലും അത് പൈസ വാങ്ങുന്നതായാലും ഒക്കെ വാലിഡ് അല്ല, വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളാണ്. കോടതിയിൽ ന്യായം വിധിക്കുന്ന ജഡ്ജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ കേസ് വേറെ രീതിയിൽ മാറ്റി പറയണം, അല്ലെങ്കിൽ വിധി ഇന്നത് വിധിക്കണം എന്ന് തന്നെ പറഞ്ഞാൽ അതൊക്കെ പബ്ലിക് പോളിസിക്ക് ഈ അൺലോഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇൻ്റർഫെറൻസ് വിത്ത് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ്. ന്യായം വേണ്ട സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യുമ്പോൾ അത് പബ്ലിക് പോളിസിക്ക് എതിരെയാണ്. അതും ആരായിട്ട്? ജുഡീഷ്യൽ ഓഫീസേഴ്സായിട്ട്. അപ്പോൾ ന്യായത്തിന് വേണ്ടിയിട്ട് പോരാടുന്നവരാണല്ലോ പോലീസായാലും ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആയാലും. അവരൊക്കെ പൈസ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ലീഗൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം വോയിഡാണ്. നെക്സ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എഗെയിൻസ്റ്റ് ഒബ്ലിഗേഷൻ. നമ്മൾ എന്തെങ്കിലും ബാധ്യത ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ ഒരു ഇൻട്രസ്റ്റ് വാങ്ങുക. അതായത് ഇപ്പോൾ ഒരു ഏജൻറ്റ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പാളിൻ്റെ ഓൺ ബിഹാഫായിട്ട് ഒരു കാര്യം ചെയ്യാണ്. പ്രിൻസിപ്പാളിൻ്റെ ഓൺ ബിഹാഫായിട്ട് ഏജൻറ്റ് ഇപ്പോൾ വലിയൊരു ഫേമിന് വേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ ഏജൻറ്റ് ആ വലിയ ഫേമിൽ നിന്നും ഏജൻസി മണിയാന്ന് പറഞ്ഞിട്ട് വാങ്ങുകയാണെങ്കിൽ അത് ഇൻവാലിഡാണ്. അങ്ങനെ വാങ്ങാൻ പാടില്ല, പ്രിൻസിപ്പൾ അറിയാതെ അങ്ങനെ വാങ്ങാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ ഇൻവാലിഡാണ്. അതുപോലെ തന്നെ മാനേജർ പറയാണ്, മാനേജറാണല്ലോ, അപ്പം ഇന്നൊരു സംഭവം ഞാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം, പക്ഷെ നീ എനിക്ക് 2 ലക്ഷം രൂപ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന അങ്ങനെ പ്രൈവറ്റ്ലി പൈസ വാങ്ങുകയാണെങ്കിൽ അതും ഇൻവാലിഡാണ്. അങ്ങനത്തെ എഗ്രിമെൻ്റ് മാനേജർ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനും പാടില്ല, മാനേജർ അങ്ങനെ പറയാനും പാടില്ല. അപ്പം അങ്ങനെ പബ്ലിക്കിന് വിരുദ്ധമാണ്, അങ്ങനത്തെ നിയമത്തിന് വിരുദ്ധമാണത്. ഇനി കൺസിഡറേഷൻ അൺലോഫുൾ ഇൻ പാർട്ട്. അൺലോഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നല്ലത് തന്നെ ആയിരിക്കും, പക്ഷെ അതിലൊരു ചെറിയൊരു അൺലോഫുൾ എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ മൊത്തം ട്രാൻസാക്ഷൻ
അല്ലെങ്കിൽ ആ മൊത്തം എഗ്രിമെൻറ്റ് അൺലോഫുള്ളായിട്ട് നിയമത്തിനെതിരെയായി മാറും. അതായത് ഒരു കാറ് മേടിക്കാൻ പോകണം 10 ലക്ഷത്തിന്. ഓക്കെ, ആ കാറ് എന്തിനാണ് മേടിക്കണതെന്ന് അറിയുമോ? ആ കാറ് മേടിച്ചിട്ട് ഒരു ബാങ്ക് റോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ബാങ്ക് റോബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് കേസ് വരെ 10,000 അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്തു. പിന്നെ ബാക്കി 10,000 കൊടുക്കുമ്പോഴാണ് മനസ്സിലായത് ബാങ്ക് റോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാർ യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോഴും ആ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ട്രാൻസാക്ഷൻ എൻറ്റയർലി അൺലോഫുള്ളാണ്. ഇപ്പോൾ കാറ് കൊടുക്കുന്ന ആൾ വിചാരിക്കുകയാണ് എൻ്റെ കാറ് വിറ്റുപോയാൽ മതി, ആൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അയാൾ കാറ് കൊടുത്തതിൻ്റെ പേരിൽ ആൾക്കും കേസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ അൺലോഫുൾ ആയിട്ടുള്ള എഗ്രിമെൻ്റാണ്, നിയമത്തിനെതിരെയുള്ള എഗ്രിമെൻറ്റുകളാണ്. ഇനി ഈ ഓരോ എഗ്രിമെൻറ്റിനെയും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ പറഞ്ഞതാണ്. അപ്പം എനി എഗ്രിമെൻറ്റ് which is held against the public policy is considered to be void എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം. സം ഓഫ് ദ എഗ്രിമെൻറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ടു ബി ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ആർ ട്രേഡിംഗ് വിത്ത് ആലിയൻ എനിമി. അപ്പം എനി ട്രേഡ് വിത്ത് പേഴ്സൺ ഓവിങ് അലിഗൻസ് to a government at war with India without the license of the government of India is void. അപ്പം എനി ട്രേഡ്, ഏതെങ്കിലും ഒരു വ്യാപാരം വിത്ത് പേഴ്സൺ, ഒരു പേഴ്സണുമായിട്ട് ഓവിങ് അലഗൻസ് എന്ന് പറഞ്ഞാൽ ആ പേഴ്സണ് ഓവിങ് അലഗൻസ് എന്ന് പറഞ്ഞാൽ ആ പേഴ്സൻ്റെ കൂറ് മുഴുവനും ആ ഒരു ഗവൺമെൻറ്റിനോടാണ്. ടു എ ഗവൺമെൻറ് ആണ്, അറ്റ് വാർ ആയിട്ടുള്ള വാർ വിത്ത് ഇന്ത്യ ആയിട്ടുള്ള ഗവൺമെൻറ്റാണ്. അപ്പം നമ്മുടെ രാജ്യമായ ഇന്ത്യയുമായിട്ട് വാറിൽ നിൽക്കുന്ന ഗവൺമെൻറ്റിനോട് കൂറുള്ള ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു വ്യാപാരം ഒരിക്കലും അനുവദനീയമല്ല. എനി ട്രേഡ് വിത്ത് ദ പേഴ്സൺ ഓവിങ് അലഗൻസ് ടു എ ഗവൺമെൻറ് അറ്റ് വാർ വിത്ത് ഇന്ത്യ വിത്തൗട്ട് ദ ലൈസൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യ അറിയാതെ ഉള്ളത് വോയിഡാണ്, അസാധുവാണ്. ആസ് ദി ഒബ്ജക്റ്റ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി, ബിക്കോസ് അത് നമ്മുടെ പബ്ലിക് പോളിസിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് അതിനെ കണക്കാക്കുള്ളൂ. ഹിയർ ദ എഗ്രിമെൻറ്റ് ടു ട്രേഡ് ഒഫൻസ്, കാരണം നമ്മൾ പബ്ലിക് പോളിസിക്ക് ഓപ്പോസിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ, കാരണം നമ്മളെല്ലാവരും ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടല്ലേ. അപ്പം നമ്മളുടെ ശത്രു രാജ്യത്തിൽ നിന്നും നമ്മൾ ഒരു ട്രേഡ് നടത്തുമെന്ന് പറഞ്ഞാൽ അത് ഒരു എതിരായിട്ടുള്ളൊരു കാര്യമാണല്ലോ. നമ്മളെ പബ്ലിക് ഇൻട്രസ്റ്റിനെതിരായിട്ടുള്ള, സോഷ്യൽ ഇൻട്രസ്റ്റിനെതിരായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ആസ് ദ ഒബ്ജക്റ്റ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി എന്ന് പറഞ്ഞത്. ഹിയർ ദ എഗ്രിമെൻറ്റ് ടു ട്രേഡ് ഒഫൻസ് എഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി ബൈ ടെൻഡിങ് ടു പ്രിജുഡൈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ടൈംസ് ഓഫ് വാർ. അപ്പോൾ മറ്റൊരു സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രിജുഡൈസ് ചെയ്യുന്നത് പോലെ, അതായത് നമ്മുടെ രാജ്യത്തിനൊരു ഹാം വരുത്തുന്നത് പോലെ, നമ്മുടെ രാജ്യത്തിനെ ഉപദ്രവിക്കുന്നത് പോലെയാണ് ആ ഒരു സമയത്ത്, വാർ നടക്കുന്ന സമയത്ത് നമ്മളെങ്ങാനും അങ്ങനെ ട്രേഡ് ഏർപ്പെട്ടാൽ, അങ്ങനെ വ്യാപാരം ചെയ്ത് കഴിഞ്ഞാൽ ദ പബ്ലിക് പോളിസി, അതായത് എഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസിയാണ് ബൈ ടെൻഡിങ് ടു പ്രിജുഡൈസ്. അപ്പോൾ ആ ഒരു വ്യാപാരം നമ്മളെ ഇന്ത്യയിൽ നിന്ന് നടത്തുന്ന ആൾ ശരിക്കും നമുക്കൊരു ഉപദ്രവിക്കുന്ന പോലെയാണ്, നമ്മുടെ രാജ്യത്ത് ഉപദ്രവിക്കുന്ന പോലെയാണ്. അതാണ് പ്രിജുഡൈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇൻ ടൈംസ് ഓഫ് വാർ. അപ്പോൾ എനി ട്രേഡ് വിത്ത് ദ പേഴ്സൺ ഓവിങ് അലഗൻസ് ടു ദ ഗവൺമെൻറ്, കൂറ് ഏത് ഗവൺമെൻറ്റിനോടാണ്? എ ഗവൺമെൻറ് അറ്റ് വാർ വിത്ത് ഇന്ത്യ, ഇന്ത്യയുമായി വാർ നടത്തുന്ന ഗവൺമെൻറ്റിനോട്. സോ വിത്തൗട്ട് ദ ലൈസൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് വോയിഡ് ആണ്. ആ ഒരു വ്യാപാരം വോയിഡ് ആയിട്ടുള്ള വ്യാപാരമാണ്, വിത്തൗട്ട് ദ ലൈസൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആസ് ദി ഒബ്ജക്റ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ പബ്ലിക് പോളിസി, ഹിയർ ദ എഗ്രിമെൻറ്റ് ടു ട്രേഡ് ഒഫൻസ് എഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി. ഈ ഒരു എഗ്രിമെൻറ്റ് ടു ട്രേഡ് ഉണ്ടല്ലോ, ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞത് ഒഫൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓപ്പോസ് ചെയ്യുന്നു എഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി ബൈ ടെൻഡിങ് ടു പ്രിജുഡൈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ടൈംസ് ഓഫ് വാർ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ തന്നെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു ട്രാൻസാക്ഷനാണല്ലേ അത് തന്നെ. അപ്പം അതാണ് പറഞ്ഞത്, ഹിയർ ദ എഗ്രിമെൻറ്റ് ടു ട്രേഡ് ഒഫൻസ് എഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി ബൈ ടെൻഡിങ് ടു പ്രിജുഡൈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ടൈംസ് ഓഫ് വാർ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ ആക്രമിക്കുന്നത് പോലെ തന്നെയാണ്, പ്രിജുഡൈസ് ഹാംനെസ് വരുത്തുന്നത് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് പോലെ തന്നെയാണ് അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ആണ് സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ. ആൻ എഗ്രിമെൻറ്റ് ടു സ്റ്റിഫിൾ പ്രോസിക്യൂഷൻ. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ് പ്രോസിക്യൂഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്.
അതായത് കേസ് കൊടുക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് എൻ എഗ്രിമെൻറ്റ് ടു സ്റ്റിഫിൾ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടിയിട്ട്. എൻ എഗ്രിമെൻറ്റ് ടു പ്രസൻറ്റ് പ്രൊസീഡിങ്സ് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം റണ്ണിങ് ദെയർ നോർമൽ കോഴ്സ് യൂസിങ് ഫോഴ്സ് ടെൻസ് ടു ബി എ പെർവേർഷൻ ഓർ ആൻ അബ്യൂസ് ഓഫ് ജസ്റ്റിസ്. നിയമത്തിനെതിരെയായിട്ടുള്ളതാണ് ആ ഒരു കാര്യം. ടെൻസ് ടു ബി എ പെർവേർഷൻ എന്ന് പറഞ്ഞാൽ അധർമ്മമായി മാറുന്നു എന്നാണ്. ആൻ അബ്യൂസ് ഓഫ് ജസ്റ്റിസ് ന്യായത്തിനെതിരെയുള്ളത് അല്ലെങ്കിൽ നിയമത്തിനെതിരെയുള്ളൊരു കാര്യമായിട്ട് മാറുന്നു. ആൻ എഗ്രിമെൻറ്റ് ടു പ്രസൻറ്റ് പ്രൊസീഡിങ്സ് എന്തെങ്കിലും പൈസ കൊടുക്കുകയാണ്. ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം റണ്ണിങ് ദെയർ നോർമൽ കോഴ്സ് യൂസിങ് ഫോഴ്സ്. ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഒപ്പം ഇതിനകം ആരംഭിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാവുമല്ലോ, പ്രൊസീഡിങ്സ് എന്ന നടപടികൾ, അത് സാധാരണഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബലം പ്രയോഗിച്ചുള്ള തടസ്സപ്പെടുത്തുന്നതിനുള്ള ഉടമ്പടി. അതാണ് കൃത്യമായി അക്ഷരസ്ഫുടതയിൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. ഇൻ മലയാളം എൻ എഗ്രിമെൻറ്റ് ടു പ്രസൻറ്റ് പ്രൊസീഡിങ്സ് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. അപ്പം ഇതിനകം ആരംഭിച്ച നടപടികൾ ഉണ്ടാവുമല്ലോ, അത് സാധാരണഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അതാണ് ഫ്രം റണ്ണിങ് ദെയർ നോർമൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം അതിന് എന്ത് ചെയ്യണം, ബലം പ്രയോഗിച്ച് തടസ്സപ്പെടുത്തുന്നതിനുള്ള ഉടമ്പടി. അതാണ് യൂസിങ് ഫോഴ്സ്, ബലം പ്രയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു ഉടമ്പടി. ഇപ്പോൾ നല്ല ക്ലിയർ ആയില്ലേ. എൻ എഗ്രിമെൻറ്റ് ടു പ്രസൻറ്റ് പ്രൊസീഡിങ്സ് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം റണ്ണിങ് ദെയർ നോർമൽ കോഴ്സ് യൂസിങ് ഫോഴ്സ്. ഇനി നെക്സ്റ്റ് ആണ്, ദ പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് വൺ ഷുഡ് നോട്ട് മേക്ക് എ ട്രേഡ് ഓഫ് ഫെലോണി. ഫെലനി എന്നാണ് പറയുക. അത് മഹാപാതകം അല്ലെങ്കിൽ വലിയൊരു കാര്യമായ കുറ്റകൃത്യം എന്നാണ് പറയുക ഫെലനി എന്ന് പറഞ്ഞാൽ. The compromise of any public offence is generally illegal. പബ്ലിക്കിനെ ഒഫൻഡ് ചെയ്യുന്ന, പബ്ലിക്കിനെതിരെയായിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ജനറലി ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്, ഇല്ലീഗലാണ്. അണ്ടർ ദ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് there is however a statutory list of compoundable offences and an agreement to drop proceedings relating to such offences with or without the permission of the court, as the case may be. In the consideration, the accused promising to do something for the complainant is not opposed to public policy. പേടിക്കേണ്ട, ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ ക്രിമിനൽ നടപടി നിയമപ്രകാരം, അതാണ് അണ്ടർ ദ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതാണ് നടപടി നിയമപ്രകാരം എന്ന് പറഞ്ഞത്. ദർ ഈസ് ഹവെവർ എ സ്റ്റാറ്റ്യൂട്ടറി ലിസ്റ്റ് ഓഫ് കോമ്പൗണ്ടബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പാക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു നിയമപരമായ പട്ടികയുണ്ട്. അപ്പം സ്റ്റാറ്റ്യൂട്ടറി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായ പട്ടികയുണ്ട് എന്നാണ് അർത്ഥം. അതെന്ത് പട്ടികയാണ്? കോമ്പൗണ്ടബിൾ ഒഫൻസസ് ആണ്, ഒത്തുതീർപ്പാക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെയാണ്. കോമ്പൗണ്ടബിൾ ഒഫൻസസ് മീൻസ് ഒത്തുതീർപ്പാക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെയാണ്. അപ്പം ഒന്നുകൂടി വായിച്ച്, അണ്ടർ ദ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ദർ ഈസ് ഹവെവർ എ സ്റ്റാറ്റ്യൂട്ടറി ലിസ്റ്റ് ഓഫ് കോമ്പൗണ്ടബിൾ ഒഫൻസസ് ആൻഡ് ആൻ എഗ്രിമെൻറ്റ് ടു ഡ്രോപ്പ് പ്രൊസീഡിങ്സ് റിലേറ്റിംഗ് ടു സച്ച് ഒഫൻസസ്. അപ്പം ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കോടതിയുടെ അനുമതിയോടെയോ അല്ലാതെയോ വിത്ത് ഓർ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒത്തുതീർപ്പാക്കാൻ പ്രതി വാഗ്ദാനം ചെയ്യുന്നത് പൊതുനയത്തിന് എതിരല്ല. ഓക്കെ, അപ്പം അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് പ്രതി വാഗ്ദാനം ചെയ്യുന്നത് പൊതുനയത്തിന് എതിരല്ല എന്നാണ് പറയുന്നത്. പബ്ലിക് പോളിസിക്ക് പൊതുനയം എന്നാണ് പബ്ലിക് പോളിസിനെ മലയാളത്തിൽ പറയുക. അപ്പോൾ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളതല്ലാന്ന്. എന്ത്? എക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രതി വാഗ്ദാനം ചെയ്യുകയാണ്. ഒത്തുതീർപ്പാക്കാൻ പ്രതി വാഗ്ദാനം ചെയ്യുന്നത് പൊതുനയത്തിന് എതിരല്ല എന്നാണ് പറയുന്നത്. അതായത് ഒത്തുതീർപ്പാക്കാവുന്ന കുറ്റകൃത്യങ്ങൾ, ഓക്കെ, അതും ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അടിയിൽ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഞാൻ ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഇത് ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നതിൻ്റെയും കാരണം നമ്മൾ ആകെ ഈ 100 ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് പഠിക്കുള്ളൂ അല്ലേ. അപ്പം എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വൃത്തിയിൽ തന്നെ പഠിക്കാം. ചിലപ്പോൾ ഈ ഒരൊറ്റ പോയിൻ്റ് മാത്രം എടുത്തിട്ട് 2 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ഇത് ഇത്രയും എഴുതാൻ കിട്ടണ്ടേ. അതുകൊണ്ടാണ് ഈ മീനിങ് പറഞ്ഞത്. ഇനി എന്ത് സിമ്പിളാണ്, ഇത്രയും നല്ല രീതിയിൽ മലയാളം മീനിങ് പറഞ്ഞു തന്നാൽ പിന്നെ സിമ്പിളാണ് ആ കാര്യം. ഓക്കെ, അപ്പം ഇതേപോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിസ്റ്റ് ഉണ്ട്. അപ്പം ഈ നിയമപരമായ പട്ടികയുണ്ട്, ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒത്തുതീർക്കാവുന്ന അങ്ങനത്തെ കുറച്ച് കേസുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. ആ കുറ്റങ്ങൾ ചിലപ്പോൾ ആ പ്രതി തന്നെ ഒത്തുതീർപ്പാക്കാൻ കോടതി മുഖാന്തരം അല്ലാതെയോ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ്. അത് പൊതുനയത്തിന്, പബ്ലിക് പോളിസിക്ക് എതിരല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ എങ്ങാനും നമ്മളെ ഭാഗ്യത്തിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് വന്നെങ്കിൽ ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും പറഞ്ഞു തരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മെയിൻ്റനൻസ് ആൻഡ് ചാമ്പേർട്ടി. അപ്പോൾ മെയിൻ്റനൻസ് ഈസ് എൻ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് എ പേഴ്സൺ പ്രോമിസസ് ടു മെയിൻറ്റെയിൻ സ്യൂട്ട് ഇൻ വിച്ച് ഹീ ഹാസ് നോ ഇൻട്രസ്റ്റ്. അപ്പം ഒരു കേസിന് വക്കീൽ തയ്യാറായി ഒരു കേസ് നടത്താൻ വേണ്ടിയിട്ട് വക്കീലിന് ആ ഒരു പ്രോപ്പർട്ടീനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഓക്കെ, വക്കീലിന് ആ പ്രോപ്പർട്ടീനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ ചെയ്യുന്നതാണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ. ആൻ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് എ പേഴ്സൺ പ്രോമിസസ് ടു മെയിൻറ്റെയിൻ എ സ്യൂട്ട്. ഇപ്പോൾ പ്രോമിസ് ചെയ്യാണ് ഇത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രോപ്പർട്ടി കിട്ടുമ്പോൾ എനിക്ക് പൈസ തന്നാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ എന്തായാലും കേസ് വാദിച്ച് തരാമെന്ന് പ്രോമിസ് കൊടുക്കുകയാണ്. പ്രോമിസസ് ടു മെയിൻറ്റെയിൻ എ സ്യൂട്ട് ഇൻ വിച്ച് ഹി ഹാസ് നോ ഇൻട്രസ്റ്റ് അപ്പോൺ ദാറ്റ് ലാൻഡ്. ഓക്കെ, അപ്പം ചാമ്പേർട്ടി ഈസ് ആൻ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് എ പേഴ്സൺ എഗ്രീസ് ടു അസിസ്റ്റ് അനദർ ഇൻ ലിറ്റിഗേഷൻ ഇൻ എക്സ്ചേഞ്ച് ഓഫ് എ പ്രോമിസ് ടു ഹാൻഡ് ഓവർ എ പോർഷൻ ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദി ആക്ഷൻ. അപ്പം ആ ആക്ഷൻ നടന്ന് ആ ഒരു ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ടു ഹാൻഡ് ഓവർ എ പോർഷൻ ഓഫ് ദ പ്രൊസീഡിങ്സ്, ഒരു ഷെയർ ചോദിക്കുകയാണ്. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതാണ് വ്യവഹാരം എന്നാണ് മലയാളത്തിൽ പറയുക. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ചെയ്യില്ലേ, ആ ഒരു ആക്ഷനാണ്. അപ്പം ഇൻ എക്സ്ചേഞ്ച് ഓഫ് എ പ്രോമിസ് ടു ഹാൻഡ് ഓവർ എ പോർഷൻ ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദി ആക്ഷൻ. അപ്പം ഈ ചാമ്പേർട്ടിയിൽ അയാൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ലാൻഡിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ചാമ്പേർട്ടി ഈസ് എൻ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് എ പേഴ്സൺ അഗ്രീസ് ടു അസിസ്റ്റ് അനദർ സഹായിക്കുന്നു അനദറിനെ ഇൻ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കേസ് വാദിക്കാൻ. ഇൻ എക്സ്ചേഞ്ച് ഓഫ് എ പ്രോമിസ് ടു ഹാൻഡ് ഓവർ എ പോർഷൻ ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദി ആക്ഷൻ. അപ്പോൾ അതിൽ ഇറ്റ് ഈസ് അൺറീസണബിൾ സോ ആസ് ടു ബി അൺജസ്റ്റ് ടു ദി അതർ പാർട്ടി. സംടൈംസ് അത് അൺറീസണബിൾ ആകും. ഇപ്പോൾ 20% ഒക്കെ ഒരു പോർഷൻ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ 80% ചോദിച്ചാലോ. സോ ഇറ്റ് ഈസ് എൻ അൺറീസണബിൾ ആണ്, ന്യായമില്ലാത്തതാണ്. സോ ആസ് ടു ബി അൺജസ്റ്റ് ടു ദി അതർ പാർട്ടി. അപ്പോൾ അതർ പാർട്ടിക്ക് അതൊരു അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, ഇറ്റ് ഈസ് മെയ്ഡ് ബൈ എ മാലീഷ്യസ് മോട്ടീവാണ്, ഒരു ദുരുദ്ദേശ മോട്ടീവ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ എ ദുരുദ്ദേശ മോട്ടീവ്, ദാറ്റ് ഈസ് മാലീഷ്യസ് മോട്ടീവ് ലൈക്ക് ദാറ്റ് ഓഫ് ഗാംബ്ലിംഗ് ഇൻ ലിറ്റിഗേഷൻ. അതായത് ഒരു ന്യായം ഉള്ള കേസ് വാദിക്കുന്ന സമയത്ത് ഗാംബ്ലിംഗ് നടത്തുക. പക്ഷെ അയാളിങ്ങനെ പിഴിയാൻ നോക്കുക, അല്ലെങ്കിൽ അയാളിങ്ങനെ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുമല്ലോ, മേലെ എണ്ണങ്ങാതെ പൈസ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ദുരുദ്ദേശ രീതിയിലുള്ള ഒരു ഇതായി മാറും അല്ലേ ലിറ്റിഗേഷൻ. നമ്മൾ നല്ല രീതിയിൽ കേസ് വാദിക്കുന്നത് ഇങ്ങനത്തെ ഒരു രീതിയായി മാറും. ഓർ ഒപ്രസിങ് ദി അതർ പാർട്ടി, മറ്റൊരു പാർട്ടിയെ ഒപ്രസ് ചെയ്യുന്നത് പോലെയാണല്ലേ, അവരെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. ബൈ എൻകറേജിങ് അൺറൈറ്റിയസ് സ്യൂട്ട്സ്, അൺറൈറ്റിയസ് ആയിട്ടുള്ളൊരു സ്യൂട്ട് നോട്ട് വിത്ത് ദ ബോണഫൈഡ് ഒബ്ജക്റ്റ് ഓഫ് അസിസ്റ്റിംഗ് എ ക്ലെയിം ബിലീവ്ഡ് ടു ബി ജസ്റ്റ്. അല്ലേ, ന്യായം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വക്കീലന്മാർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിക്കുന്നത്. അപ്പോൾ ന്യായം കൊണ്ടുവരുന്നതാണ് ശരിക്കുള്ള ബോണഫൈഡ് ആയിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അതല്ല ഇവിടെ ചെയ്യുന്നത്. നോട്ട് വിത്ത് ദ ബോണഫൈഡ് ഒബ്ജക്റ്റ് ഓഫ് അസിസ്റ്റിംഗ് എ ക്ലെയിം ബിലീവ്ഡ് ടു ബി ജസ്റ്റ്. ഓക്കെ, അപ്പം ബൈ എൻകറേജിങ് അൺറൈറ്റിയസ് സ്യൂട്ട്സ്, അപ്പം ആ ഒരു കേസ് അൺറൈറ്റിയസ് ആയിട്ട് മാറുകയാണ് അല്ലേ. ഇങ്ങനെ 80% ഒക്കെ ആ ഒരു കിട്ടുന്ന പ്രൊസീഡിങ്ങിൽ നിന്ന് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു അൺറൈറ്റിയസ് ആയിട്ടുള്ള ഒരു ന്യായമില്ലാത്ത
ഒരു സ്യൂട്ടായിട്ട് അത് മാറിപ്പോവുകയാണ്. ന്യായമില്ലാത്ത അൺറൈറ്റിയസ് ആയിട്ടുള്ള അവകാശമില്ലാത്ത, അൺറൈറ്റിയസ് മീൻസ് അവകാശമുണ്ടോ അയാൾക്ക് ആ ഭൂമിയിൽ? ഒരിക്കലുമില്ല. അവർ കഷ്ടപ്പെട്ട് പൈസ കൊണ്ട് മേടിച്ച ഭൂമിയാണ്. അതിൽ ആ ലോയറിന് ഒരു അവകാശമില്ല. സോ അൺറൈറ്റിയസ്, ഒരു അവകാശമില്ലാത്ത ഒരു സ്യൂട്ട് ആണ് ഇപ്പോൾ ലോയർ പറയുന്നത് അല്ലേ? ഒരു അവകാശമില്ലാത്തൊരു സ്യൂട്ടാണല്ലേ ഇവർ തമ്മിൽ ഉണ്ടാവുക. ഇപ്പോൾ നോട്ട് വിത്ത് ദ ബോണഫൈഡ് ഒബ്ജക്റ്റ് ഓഫ് അസിസ്റ്റിംഗ് എ ക്ലെയിം ബിലീവ് ടു ബി ജസ്റ്റ്. നെക്സ്റ്റ് ആണ് ട്രാഫിക്കിംഗ് റിലേറ്റിംഗ് ടു പബ്ലിക് ഒഫൻസസ് ആൻഡ് ടൈറ്റിൽസ്. ആൻ എഗ്രിമെൻറ്റ് ടു ട്രാഫിക്കിംഗ് ഇൻ പബ്ലിക് ഒഫൻസ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. അപ്പം കൈക്കൂലി എന്നാണ് ട്രാഫിക്കിങ്ങിൻ്റെ അർത്ഥം. ട്രാഫിക്കിംഗ് റിലേറ്റിംഗ് ടു പബ്ലിക് ഓഫീസ് ആൻഡ് ടൈറ്റിൽസ്. അപ്പം ആൻ എഗ്രിമെൻറ്റ് ടു ട്രാഫിക്കിംഗ് ഇൻ പബ്ലിക് ഓഫീസ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. ഈ പബ്ലിക് പോളിസിൻ്റെ ക്വസ്റ്റ്യൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത്. ആൻ എഗ്രിമെൻറ്റ് ടു ട്രാഫിക്കിംഗ് ഇൻ പബ്ലിക് ഓഫീസ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. അപ്പോൾ കൈക്കൂലി ഓഫീസിൽ വാങ്ങുന്നത് പബ്ലിക് നയത്തിനോട്, പൊതുനയത്തിനോട് ഓപ്പോസിങ് ആണ്, വിരുദ്ധമാണ്. ഓക്കെ, ആസ് ഇറ്റ് ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എ പേഴ്സൺ ബെസ്റ്റ് ക്വാളിഫൈഡ്. ആര് തമ്മിലാണ് ഇത് സംഭവിക്കുന്നത്? വിത്ത് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എ പേഴ്സൺ ബെസ്റ്റ് ക്വാളിഫൈഡ് ഫോർ ദ സർവീസ് ഓഫ് ദ പബ്ലിക്. അപ്പം പബ്ലിക്കിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന ഒരാളുമായിട്ടാണല്ലോ ഇത് നടക്കുന്നത്. അപ്പം പബ്ലിക് പോളിസി റിക്വയർസ് ദാറ്റ് ദർ ഷുഡ് ബി നോ മണി കൺസിഡറേഷൻ ഫോർ ദി അപ്പോയിൻമെൻറ്റ് ടു ആൻ ഓഫീസ് ഇൻ വിച്ച് ദ പബ്ലിക് ഈസ് ഇൻട്രസ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഒരു ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നതിന്, പബ്ലിക് ഓഫീസാണല്ലേ, നമ്മളാണ് ടാക്സ് കൊടുത്ത് നമ്മളാണ് ഇവർക്കൊക്കെ ഈ ഓഫീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കയറി ചെല്ലുന്നതിന് ഒരു രീതിയിലുള്ള കൺസിഡറേഷൻ ഒന്നും വാങ്ങാനായിട്ട് പാടില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ കോടതി, ജനങ്ങളുടെ ഗവൺമെൻറ് ആണല്ലേ. The following are the examples of agreements that are void since they tantamount to sale of public offices. അത് പബ്ലിക് ഓഫീസ് വിൽക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. An agreement to pay money to a public servant in order to induce him to retire from his office so that another person may secure the appointment is void. അതായത് എപ്പോഴും സിവിൽ സർവീസ് എക്സാം എഴുതിയിട്ട് മാത്രമേ കയറാനായിട്ട് പാടുള്ളൂ അല്ലേ. അപ്പം ഒരാളെ റിട്ടയർ ചെയ്യിപ്പിച്ചിട്ട് വേറെ ഒരാളെ കയറ്റുന്നത് അത് പൊതുനയത്തിനെതിരെയാണ്. അപ്പം വേറെ ഒരാളെ ഇങ്ങനെ ആ ഒരു പോസ്റ്റിലേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള പിടിപാടൊക്കെ ഉള്ളവർക്ക് കയറ്റും ചിലവർ. അപ്പം അങ്ങനെ കയറ്റാനായിട്ട് പാടില്ല. അത്രയും ക്വാളിഫൈഡ് ആയ ആൾ മാത്രമേ കയറാൻ പാടുള്ളൂ. സീനിയർ ആയിട്ടുള്ള ആൾ മാത്രമേ ഒരു സീനിയർ ആയിട്ടുള്ള പോസ്റ്റ് ഈ പബ്ലിക് സർവീസിൽ പോയി കഴിഞ്ഞാൽ കയറാൻ പാടുള്ളൂ. സോ ആൻ എഗ്രിമെൻറ്റ് ടു പേ മണി ടു എ പബ്ലിക് സെർവൻറ്റ് in order to induce him to retire from his office so that another person may secure the appointment is void. പിന്നെ an agreement to procure public recognition like Padma Vibhushan for reward is void also. ഓക്കെ, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഇനി agreements tending to create monopolies, agreements having for their object the establishment of monopolies are opposite to public policy and therefore void ആണ്. അപ്പം എഗ്രിമെൻറ്റുകളിൽ മോണോപോളി എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളൊരു ഒബ്ജക്റ്റാണ്. ഇവിടെ ഞങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മോണോപോളിയാണ് അവിടെ. അങ്ങനെ ഭയങ്കര വലിയ പ്രൈസൊക്കെ ഇട്ടിട്ട് ഇവർ മാത്രമല്ല ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുന്നുള്ളൂ. അപ്പോൾ വലിയ പ്രൈസൊക്കെ ഇവർക്ക് ഇടാൻ പറ്റും. പിന്നെ കുറച്ച് സ്റ്റോക്കേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് നല്ല പ്രൈസും വാങ്ങാൻ പറ്റും. പിന്നെ മാരേജ് ബ്രോക്കറേജ് എഗ്രിമെൻറ്റ്, ആൻ എഗ്രിമെൻറ്റ് ടു നെഗോഷിയേറ്റ് മാരേജ് ഫോർ റിവാർഡ് which is known as a marriage brokerage contract is void as it is opposite to public policy. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ പറഞ്ഞാൽ മതി, as it is opposite to public policy the contract is void. എന്നിട്ട് agreement to negotiate marriage for reward, ഓക്കെ, മാരേജ് സെറ്റാക്കി കൊടുക്കുന്നു ഫോർ റിവാർഡ്, അത് which is known as marriage brokerage contract is void. marriage brokerage contract. പിന്നെ ഇൻ്റർഫെറൻസ് വിത്ത് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ്, ന്യായം കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് ന്യായമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുത്തുക. ഇൻ്റർഫെറൻസ് വിത്ത് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ് ആൻഡ് എഗ്രിമെൻറ്റ് ഹൂസ് ഒബ്ജക്റ്റ് ഈസ് ടു ഇൻഡ്യൂസ് എനി ജുഡീഷ്യൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ടു ആക്ട് പാർഷ്യലി ഓർ കറപ്റ്റ്ലി ഈസ് വോയിഡ്. ചെറിയ രീതിയിലെങ്കിലും ആ ഒരു പൊട്ടകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യൽ ഓഫീസർ കൂട്ടു നിൽക്കുകയാണെങ്കിൽ അതൊരു
വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും. എഗ്രിമെൻറ്റ് മീൻസ് ഒരു ആക്ഷൻ ആയിരിക്കും, പൈസ ഒക്കെ കൊടുക്കുന്നത് അതിൽ ആക്ഷൻ ആയിരിക്കും. ആസ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ പബ്ലിക് പോളിസി. പാർസലി ഓർ കറപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഭാഗികമായോ അല്ലെങ്കിൽ ശരിയായോ, അതായത് ഫുള്ളി ഇൻവോൾവ്ഡ് ആയിട്ട് ആ ഒരു ജുഡീഷ്യൽ ഓഫീസർ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യാൻ വേണ്ടി കൂട്ടി നിൽക്കുന്നതാണ്. ഇൻ്റർഫറൻസ് വിത്ത് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ് ആസ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. പിന്നെ അതായത് ന്യായമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാതെ ന്യായമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഒരു ജുഡീഷ്യൽ ഓഫീസർ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ വെരി പുവർ തിങ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് an agreement by an agent to receive without his principal's consent കോമ്പൻസിയേഷൻ ആണ് റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രം അനദർ ഫോർ ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഏജൻസി വിത്തൗട്ട് ഹിസ് പ്രിൻസിപ്പാൾസ് കൺസെൻറ്റ് ഈസ് ഇൻവാലിഡ്. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. യെസ്, അത് 8th പോയിൻ്റാണ്. അതിൽ ഇൻട്രസ്റ്റ് എഗെയിൻസ്റ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. നമ്മളൊരു ബാധ്യത ഒരു പ്രിൻസിപ്പൽക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിന് നമ്മളൊരു ഇൻട്രസ്റ്റ് വാങ്ങുന്നു, ഒരു പലിശ വാങ്ങുന്നു എന്നുള്ള രീതിയിൽ, പലിശ അല്ല, ഒരു എമൗണ്ട് വാങ്ങുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇൻട്രസ്റ്റ് എഗെയിൻസ്റ്റ് ഒബ്ലിഗേഷൻ അതും വോയിഡാണ്, അങ്ങനെ വാങ്ങാൻ പാടില്ല. പ്രിൻസിപ്പളിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങാൻ പാടില്ല. അപ്പോൾ ഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് പ്രിൻസിപ്പൾ ഓൾറെഡി എമൗണ്ട് കൊടുക്കും, അതുകൂടാതെ വേറൊരു എമൗണ്ടും കൂടെ കിട്ടൂലേ. അപ്പം അത് ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് നമ്മൾ പറഞ്ഞിട്ട് വേറെ ആളുടെ നിന്ന് വാങ്ങാൻ പാടില്ല, ഏജൻറ്റ് പറഞ്ഞിട്ട് വാങ്ങാൻ പാടില്ല. അപ്പം the following are the examples of the agreement that are void as they tend to create an interest against obligation. ഇപ്പോൾ ഒബ്ലിഗേഷന് എഗെയിൻസ്റ്റ് ഒരു കൈക്കൂലി വാങ്ങുന്ന പോലെ തോന്നുന്നു അല്ലേ, ഇൻട്രസ്റ്റ് വാങ്ങുന്നത് പോലെ തോന്നുന്നു. ഓൾറെഡി ആൾക്ക് കിട്ടും, അത് കൂടാതെയുള്ള സാധനമാണല്ലോ ഈ ഒരു പൈസ, അതുകൊണ്ടാണ്. ദ ഒബ്ജക്റ്റ് ഓഫ് സച്ച് എഗ്രിമെൻറ്റ്സ് ഈസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. അപ്പോൾ ഒബ്ജക്റ്റാണ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. അപ്പം ഫസ്റ്റത്തെ അതിലത്തെ an agreement by an agent to receive compensation without his principal's consent from another for the performance of his agency is invalid. When A, who is the manager of a firm, agrees to pass a contract to X if X pays to A rupees 2 lakh privately and the agreement is void. ഓക്കെ, ഒരു കോൺട്രാക്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, 2 lakh rupees ആവശ്യപ്പെടുകയാണ്, അതും എന്താണ്, വോയിഡാണ്. കൺസിഡറേഷൻ അൺലോഫുൾ ഇൻ പാർട്ട്, ഒരു പാർട്ടായിട്ട് ഒരു ചിലപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഫുള്ളി ഓക്കെ ആയിരിക്കും, പക്ഷെ അതിൻ്റെ ലാസ്റ്റിലൊരു പാർട്ട് അൺലോഫുൾ ആണെങ്കിൽ അത് മൊത്തത്തിൽ അൺലോഫുൾ ആയിട്ട് മാറും. അതാണ് കൺസിഡറേഷൻ അൺലോഫുൾ ഇൻ പാർട്ട്. ബൈ വിർഷ്യൂ ഓഫ് സെക്ഷൻ 24 പ്രകാരം നോക്കുകയാണെങ്കിൽ, അതാണ് ബൈ വിർഷ്യൂ നോക്കുകയാണെങ്കിൽ, ഇഫ് എനി പാർട്ട് ഓഫ് എ സിംഗിൾ കൺസിഡറേഷൻ ഫോർ 1 or more ഒബ്ജക്ട്സ്, അപ്പം 1 or more ഒബ്ജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് 2 or 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കൺസിഡറേഷൻ, ഒരൊറ്റ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കൺസിഡറേഷൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് എനി വൺ ഓഫ് സെവറൽ കൺസിഡറേഷൻസ് ഫോർ എ സിംഗിൾ ഒബ്ജക്റ്റ്, ഒരു സിംഗിൾ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് സെവറൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിലും ഈ അതിൽ എനി പാർട്ട്, അതിലൊരു കുഞ്ഞ് പാർട്ട് അൺലോഫുൾ ആണെങ്കിൽ ദ എഗ്രിമെൻറ്റ് തന്നെ ഫുള്ളും വോയിഡ് ആവുന്നു. അപ്പം എഗ്രിമെൻറ്റ് തന്നെ വോയിഡ് ആവുന്നു. അപ്പോൾ ഇതൊന്ന് സ്റ്റൈൽ ചെയ്ത് എഴുതിയിട്ടുന്നുള്ളൂ, അതായത് മീനിങ് എത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് പാർട്ട്, ഒരു പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ, ആ കൊടുക്കുന്ന മണിയിലൊരു ചെറിയ ഭാഗം മണി എന്ന് പറഞ്ഞത് ഒരു അൺലോഫുൾ മീൻസിനുള്ളതാണെങ്കിൽ മൊത്തമായിട്ടും ആ ഒരു ഒബ്ജക്റ്റും എല്ലാതും എന്തായിരിക്കും, പബ്ലിക് പോളിസിക്ക് എതിരെയായിരിക്കും. ദിസ് സെക്ഷൻ ഈസ് ആൻ ഒബ്വിയസ് കോൺസിക്വൻസ് ഓഫ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് സെക്ഷൻ 23. സെക്ഷൻ 23 പറയുന്നതിൻ്റെ ഒബ്വിയസ് കോൺസിക്വൻസ് ആണ്. ദർ ഇസ് നോ പ്രോമിസ് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ if there is anything illegal in a consideration which must be taken as whole. അപ്പം എനിത്തിങ്, ഒരു കുഞ്ഞു കാര്യം ആ ഒരു കൺസിഡറേഷനിൽ ഇല്ലീഗൽ ആണെങ്കിൽ വിച്ച് മസ്റ്റ് ബി ടേക്കൺ ആസ് ഹോൾ ആയിട്ടുള്ള കാര്യം ഇല്ലീഗലായ പോലെയാണ്. ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് വെർ ദ ലീഗൽ പാർട്ട് ഓഫ് എ കോൺട്രാക്ട് ക്യാൻ ബി സിവിയേർഡ് ഫ്രം ദ ഇല്ലീഗൽ പാർട്ട്. ഓക്കെ, അപ്പോൾ ലീഗൽ പാർട്ടും ഇല്ലീഗൽ പാർട്ടും നമുക്ക് 2 രീതിയിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ദ ബാഡ് പാർട്ട് മേ ബി റിജക്റ്റഡ് ആൻഡ് ദ ഗുഡ് വൺ ക്യാൻ ബി റീറ്റെയിൻഡ്, ബട്ട് വെർ ദ ഇല്ലീഗൽ പാർട്ട് കനോട്ട് ബി സിവിയേർഡ് ദ കോൺട്രാക്ട് ഈസ് ഓൾ ടുഗെദർ വോയിഡ്.
ഇപ്പം സിവിയേർഡ് എന്ന് പറഞ്ഞാൽ സിവിയറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിൻസിപ്പളിൽ നിന്നാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. സിവിയേർഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് ഇവിടെ. അപ്പം അങ്ങനെ സിവിയേർഡ് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അത് വാലിഡാന്ന് പറയാം. പക്ഷേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വാലിഡ് അല്ല എന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം എടുത്തോ. അപ്പോൾ ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്ന് ലീഗലായിട്ടുള്ള ടാക്സ് കാൽക്കുലേഷനാണ് ആ സോഫ്റ്റ്വെയറിൽ കൂടെ ചെയ്യുക. രണ്ടാമത്തത് ഈ ബാങ്കിൻ്റെ ഈ ഇൻഫർമേഷൻസൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടി അതിനുണ്ട്. അപ്പം കോർട്ട് അത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിന് ഈ ഇല്ലീഗലായിട്ട് ബാങ്കിൽ നിന്നുള്ള ആക്സസ് ഉണ്ടല്ലോ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ഇതിൽ നിന്നും കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു ടാക്സ് മെയിനായിട്ടും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണല്ലോ ഇത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറയും. അപ്പോൾ അത് വോയിഡ് അല്ലാതാകും. എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും പിന്നെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മൈ ക്ലാസ്സസ്. താങ്ക് യു.